ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ കാട്ടത്തെ കിളിക്കൂട്ടിൽ സുഭാഷ് ഏട്ടൻ ആകെ ടെൻഷനിലാണ് കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ ഹരീഷിൻ്റെ കാര്യം കൊണ്ട് തന്നെ നീതുവിൻ്റെ വീട്ടുകാർ വന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവർക്ക് ഈ ഒരു കുടുംബത്തിലേക്ക് അവളെ കൊടുത്തയക്കാൻ താല്പര്യമില്ല. ഒന്നാമത്തെ കാരണം എല്ലാവരും കൂടെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അതൊക്കെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവർക്ക് ഒട്ടും ഇഷ്ടമില്ല. കാരണം ഇവരുടെ കുടുംബത്തെ പറ്റി നാട്ടിൽ മൊത്തം നാണക്കേടുള്ള കാര്യങ്ങളാണല്ലോ പറഞ്ഞു നടക്കുന്നത്. അതാണ് മെയിൻ കാരണം. പക്ഷേ അതും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഭാഷ് ഏട്ടൻ ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ. തീരുമാനം എന്താണെന്ന് വെച്ചാൽ സുധീഷും നിധിയും വേറെ വീടെടുത്ത് താമസിക്കുക, അതാണ് തീരുമാനം. പക്ഷെ അതൊരിക്കലും നടക്കില്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സുഭാഷ് ഏട്ടനും അറിയാം. എന്നാലും ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തപ്പെടുകയാണ് കേട്ടോ. വേറൊരു വഴിയും മുന്നിൽ കാണുന്നില്ല. കാരണം ഹരീഷിൻ്റെ ഒരു ജീവിതം ആലോചിക്കുമ്പോൾ അവർക്കൊരു ജീവിതം വേണ്ടേ എന്നാണ് സുഭാഷേട്ടൻ ചിന്തിക്കുന്നത്. നീതും കൂടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ റൂമുകളില്ല, അങ്ങനെ ജീവിക്കാൻ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതും കൂടെ ആകുമ്പോൾ അവളുടെ വീട്ടുകാർ എന്തായാലും പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. പക്ഷേ സുഭാഷേട്ടൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതെല്ലാവർക്കും അറിയാം. കാരണം നീതി ഒരിക്കലും സുധീഷിൻ്റെ കൂടെ ഒറ്റയ്ക്ക് താമസിക്കാൻ സമ്മതിക്കില്ല. അവൾക്ക് അവിടെ ഏറ്റവും ഇഷ്ടം സുഭാഷേട്ടനെയും നികേഷിനെയാണ്. അവരെ വിട്ട് അവൾ ഒരിക്കലും സുധീഷിൻ്റെ കൂടെ താമസം മാറില്ല. പിന്നെ അവൾ എന്തിനാ അവിടെ ജീവിക്കുന്നത്? അവൾ എന്തായാലും ഹോസ്റ്റലിലേക്ക് പോവുകയാണല്ലോ ചെയ്യുക. പക്ഷേ സുഭാഷ് ഏട്ടൻ എന്തോ ആ ഒരു തീരുമാനം എടുത്തു. സുഭാഷ് ഏട്ടൻ അറിയാം അതൊരിക്കലും നടക്കില്ല. എങ്കിൽ പോലും നിധിയെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാം എന്നുള്ളൊരു ധാരണയിലാണ് സുഭാഷ് ഏട്ടൻ നിൽക്കുന്നത് കേട്ടോ. കാരണം ഹരീഷിൻ്റെ ലൈഫിനെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവളെ സമ്മതിക്കും എന്നുള്ളൊരു വിശ്വാസം സുഭാഷ് ഏട്ടൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരിങ്ങനെ കിടന്നുകൊണ്ടാണ് ഈ ഒരു ചർച്ചകൾ ചെയ്യുന്നത് കേട്ടോ. അത് കേട്ടപ്പോൾ തന്നെ നികേഷിനും ഹരീഷിനും ഉറപ്പായി ഇടത്തി ഒരിക്കലും ഒന്നും സമ്മതിക്കാൻ പോകുന്നില്ല. കാരണം സുധീഷ് ഏട്ടനായിട്ട് എപ്പോഴും കച്ചറി വഴക്കുവാണല്ലോ. സുധീഷ് ഏട്ടൻ പറയുന്ന കാര്യങ്ങളോടൊന്നും ഇടത്തേക്ക് യോജിപ്പില്ല. പിന്നെ സുധീഷ് ഏട്ടൻ്റെ കൂടെ ഒറ്റയ്ക്ക് അവിടെ പോകുന്നത് പോലും ഇഷ്ടമല്ല. അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും സുഭാഷ് ഏട്ടൻ പറഞ്ഞ ഈ ഒരു കാര്യം അംഗീകരിക്കില്ലല്ലോ. അത് അവർക്ക് അറിയാം. അങ്ങനെ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ സുധീഷ് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അവൻ ഉറങ്ങിയ പോലെ കിടന്നതാണ്. എല്ലാം കേൾക്കണമല്ലോ. അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ കണ്ണുറന്നിട്ട് പറയുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടാ അത്? എന്താ സുഭാഷ് ഏട്ടൻ ഈ പറയുന്നതും നടക്കാൻ പോകുന്നില്ല. എന്നെ നാണം കെടുത്തുന്ന പോലെയാണല്ലോ ഇത്. അവൾ എന്തായാലും അത് സമ്മതിക്കില്ല. നിങ്ങൾക്ക് ഭ്രാന്താണോ? അപ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, എടാ ഞാൻ പറയുന്നത് കേൾക്ക്. ചിലപ്പോൾ അവൾ സമ്മതിച്ചാലോ, നമുക്ക് സമ്മതിപ്പിക്കാം. എങ്ങനെ സമ്മതിപ്പിക്കാം? അവൾ എന്നെ നാണം കെടുത്തു ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ. അതൊരിക്കലും സംഭവിക്കില്ല. സുഭാഷ് ഏട്ടൻ വെറുതെ എന്നെ നാണം കെടുത്തല്ലേ പ്ലീസ് എന്നൊക്കെ അങ്ങനെ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ. അത് കേട്ടപ്പം നികേഷും ഹരീഷും ഈ ഒരു കാര്യത്തോട് യോജിക്കുന്നുണ്ട്. സുധീഷ് പറഞ്ഞൊരു കാര്യത്തോട് അവർ യോജിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ഈ ഒരു കാര്യം ഒരിക്കലും നടക്കില്ല. ഇടത്ത് എന്തായാലും സമ്മതിക്കില്ല. അത് ഉറപ്പാണ്. വെറുതെ ഒരു കാര്യം ചോദിച്ച് നാണം കെടണോ എന്നൊക്കെ അവരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കിടക്കുകയാണ് കേട്ടോ. പക്ഷേ സുഭാഷിൻ്റെ മനസ്സിൽ മാത്രം ഈ ഒരു കാര്യം തങ്ങി നിൽക്കണം. എങ്ങനെയെങ്കിലും നിധിയെ സമ്മതിപ്പിക്കണം, അതായിരിക്കണം ഇനി തൻ്റെ ലക്ഷ്യം എന്നൊക്കെ സുഭാഷ് ഇങ്ങനെ ചിന്തിക്കുക. അങ്ങനെ രാവിലെ ആയപ്പം നിധിയോട് ഈ ഒരു കാര്യത്തിനെ പറ്റി പറയാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവൾ എന്തായിട്ടാ പറഞ്ഞോളൂ എന്നൊക്കെ പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ ഈ ഒരു കാര്യം അവതരിപ്പിക്കുകയാണ്. അത് കേട്ടപ്പോൾ തന്നെ അവൾ പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ദയവേത് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്നോട് പറയരുത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമില്ല. ഞാൻ ഒരിക്കലും സുധീഷിൻ്റെ കൂടെ വാടക വീട്ടിൽ മാറി താമസിക്കില്ല. നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. പിന്നെ ഞാൻ എങ്ങനെ അവൻ്റെ കൂടെ താമസിക്കും? അതൊന്നും നടക്കാൻ പോകുന്നില്ല. സുഭാഷ് ഏട്ടൻ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട്, അതെല്ലാം മോളെ അവർ ഇനി വന്ന് പ്രശ്നം ഉണ്ടാക്കില്ല. അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇത്രയും കാലം നമ്മൾ എങ്ങനെ ജീവിച്ചതുപോലെ ജീവിക്കണം. അതെല്ലാം നമ്മളെല്ലാവരും കൂടെ തരണം ചെയ്യണം. അല്ലാതെ സുഭാഷ് ഏട്ടൻ ഈ പറഞ്ഞ കാര്യം ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. അതെനിക്ക് ഒരിക്കലും സാധിച്ചു തരാൻ സാധിക്കില്ല എന്നൊക്കെ അവളങ്ങനെ പറയാൻ കേട്ടോ. അതോടുകൂടെ സുഭാഷ് ഏട്ടൻ്റെ എല്ലാ പ്രതീക്ഷ ഇവിടെ അസ്തമിക്കുകയാണ്. ഒടുവിൽ വീണ്ടും അടുത്തൊരു ശ്രമം പോലെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ മോളെ നീയും സുധീഷും ഈ വീട്ടിൽ നിന്നോ, ഞങ്ങൾ ഇവിടുന്ന് മാറിക്കോളാം. അങ്ങനെയാണെങ്കിൽ നിനക്ക് പറ്റുമോ? അത് കേട്ടപ്പോൾ അവൾ പറയുന്നുണ്ട്, എൻ്റെ സുഭാഷ് ഏട്ടാ ഞാൻ പറഞ്ഞത് എന്താ സുഭാഷ് ഏട്ടന് മനസ്സിലാവാത്തെ? ഞാൻ ഒരിക്കലും സുധീഷിൻ്റെ കൂടെ മാറി താമസിക്കില്ല. ഇത് നിങ്ങളുടെ വീടല്ലേ, ഇവിടെ നിന്ന് നിങ്ങൾ പോകുന്നത്? എല്ലാവരും ഇവിടെ അല്ലേ താമസിക്കേണ്ടത്? എനിക്ക് വേണ്ടി തന്നെ എല്ലാവരും മാറി നിൽക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല. എല്ലാവരും ഇവിടെ താമസിക്കും. ഇത്രയും കാലം നമ്മളിതൊക്കെ നേരിട്ടില്ല, ഇനിയും നേരിടും എന്നൊക്കെ അവളിങ്ങനെ പറയാൻ കേട്ടോ. അതോടുകൂടെ ആ ഒരു പ്രതീക്ഷ സുഭാഷ് ഏട്ടൻ അസ്തമിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നിധി ഞാനിതിൽ ഇടപെട്ടിട്ടില്ല കേട്ടോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ സുഭാഷ് ഏട്ടൻ്റെ തീരുമാനമാണെന്ന്. അപ്പോൾ അവൾ അവനൊന്ന് കൂർപ്പിച്ച് നോക്കുന്നുണ്ട്. അങ്ങനെ സുധീഷ് പിന്നെ സുഭാഷ് ഏട്ടനെ കളിയാക്കുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവൾ ഒരിക്കലും എൻ്റെ കൂടെ താമസിക്കില്ല. നിങ്ങളുടെ കൂടെ താമസിക്കാമെന്ന് പറഞ്ഞാലും എൻ്റെ കൂടെ അവൾ വരില്ല. അതൊക്കെ ഉറപ്പുള്ള കാര്യമില്ല. എന്തിനാണ് സുഭാഷ് ഏട്ടൻ വെറുതെ നാണം കെടാൻ പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, അതല്ലടാ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ആദി. ചിലപ്പോൾ സംഭവിച്ചാലോ അല്ലെങ്കിൽ അത് സാധിച്ചാലോ എന്നുള്ളൊരു ചിന്തയിലൂടെയാണ് ഞാനിത് പറഞ്ഞത്. പക്ഷെ പോട്ടെ, നമുക്ക് വേറെ വഴി നോക്കാം എന്നൊക്കെ ഇങ്ങനെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹരീഷിനെയാണ് കേട്ടോ. ഹരീഷ് മുറ്റത്ത് മാവിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ സുധീഷ് അങ്ങോട്ട് വരുമ്പോൾ അവന് കാര്യം മനസ്സിലായി. അവൻ നീതുവിനെ ഓർത്തിരിക്കുകയാണെന്ന് അങ്ങനെ പറയുന്നുണ്ട്. എടാ ഹരീഷെ മനസ്സിലായി, ഒരു പ്രണയ കാമുകൻ, നീ ഇപ്പോൾ നീതുവിനെ ആലോചിച്ചിരിക്കല്ലേ? അപ്പം ഹരീഷ് പറയുന്നുണ്ട്, അതേ സുധീഷ് ഏട്ടാ ഇപ്പം അവളെ വിളിക്കാനൊന്നും പറ്റില്ലല്ലോ. അല്ലെങ്കിൽ എപ്പോഴും അവൾ എന്നെ കോൾ ചെയ്തും അതുപോലെ തന്നെ മെസ്സേജ് അയച്ചിട്ടൊക്കെ എന്നെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോൾ എനിക്ക് അവളെ മിസ് ചെയ്യുന്നുണ്ട്. അത് കേട്ടപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, നീ ഭാഗ്യവാനാടാ. അവൾ നിനക്ക് വേണ്ടി എത്ര റിസ്ക് എടുത്തു. അവൾ സ്വന്തം വീട്ടുകാരെ വരെ തള്ളി പറഞ്ഞു. അതൊക്കെ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. അത് കേട്ടപ്പോൾ അവനിങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക
സന്തോഷത്തോടു കൂടെ പുഞ്ചിരിക്കുകയാണ് കേട്ടോ അരീഷ്. കാരണം എല്ലാവരും തള്ളി പറഞ്ഞൊരു ഫാമിലിയാണല്ലോ അവർ. ആരും തങ്ങളെ തിരിഞ്ഞു നോക്കില്ല എന്ന് വിചാരിച്ചോടത്ത് ഒരു നല്ലൊരു പെൺകുട്ടി, അത് സുന്ദരിയായ ഒരു പെൺകുട്ടി തനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നു, വീട്ടുകാരെ പോലും തള്ളി പറഞ്ഞ് തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നു, തനിക്ക് അത്രമാത്രം എന്ത് ഗുണമാണെന്നൊക്കെയാണ് അവൻ ചിന്തിക്കുന്നത്. ഒരുപാട് കാലമായാലും അവൾ പിറകെ നടക്കുന്നത്. അന്നൊക്കെ അവളൊരു ശല്യമായിട്ടാണ് അവന് തോന്നിയത്. ഒരുപാട് ആട്ടിയ കയറ്റിയിട്ടുണ്ട്, മൈൻഡ് ചെയ്യാതെ നിന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ അവളെ സ്നേഹിച്ചു, അവന് വേണ്ടി കാത്തിരുന്നു, ഇപ്പം അവന് വേണ്ടി പോരാടുന്നു. അപ്പം ഇതൊക്കെ അവനൊരു കുറ്റബോധം പോലെ തോന്നുന്നുണ്ട്. കാരണം അത്രയും അവളെ നിരാശപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എടാ പോട്ടെ, നിനക്ക് എന്തായാലും അവളെ കാണണ്ടേ, നമുക്ക് പോയി കണ്ടാലോ. അത് കേട്ടപ്പോൾ അവൻ പറയുന്നുണ്ട്, സുധീഷ് ഏട്ടാ വേണോ, വെറുതെ ഇനി പ്രശ്നമാവണ്ടേ, എന്ത് കാമുകനാണ്ടാ നീ, ഇതൊക്കെ ഞാനായി നോക്കണം, പൊളിച്ചേനെ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഓ എനിക്ക് ധൈര്യം ഇല്ലാഞ്ഞിട്ടൊന്നല്ല സുധീഷ് ഏട്ടാ, ഇനി നമ്മളവിടെ ചെന്നിട്ട് അഥവാ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് അടി കിട്ടും, എന്തിനാ വെറുതെ, പാവം അവളവിടെ നിന്നോട്ടെ. അത് കേട്ടോ സുധീഷ് പറയുന്നുണ്ട്, എടാ ആരും അറിയില്ല, നമുക്ക് അറിയാതെ പോവാം എന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ മാറ്റി ഒരുങ്ങി ബൈക്കിൽ പോവാണ് കേട്ടോ. അവിടെ എത്തിയപ്പോഴാണ് പിന്നെ അവളെ വിളിക്കാൻ ഫോണില്ലല്ലോ, ആകെ പെട്ടു. അവളെ ഇപ്പോൾ പുറത്തിറങ്ങാൻ അതുവരെ അവിടെ വെയിറ്റ് ചെയ്യാനും പറ്റില്ലല്ലോ. അവളുടെ അച്ഛനോ ഏട്ടനോ കണ്ടാൽ പിന്നെയും വഴക്കായി. അങ്ങനെ പിന്നെ അവരവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പെണ്ണ് അതിൽ പോകുന്നുണ്ട്. അപ്പോൾ സുധീഷിന് പെട്ടെന്നൊരു ഐഡിയ തോന്നി, ആ പെണ്ണിനോട് പറഞ്ഞിട്ട് നീതുവിനെ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കാന്ന്. അങ്ങനെ ആൻറ്റീന്ന് വിളിക്കുമ്പോൾ ആ ചേച്ചി നന്നായിട്ട് ചൂടാവുന്നുണ്ട്. ആൻറ്റിയോ, താൻ എന്താണ് എന്നെ വിളിച്ചത്, ഞാൻ ചേച്ചിയാണ്, ആൻറ്റി ഒന്നുമല്ല, എന്നെ ചേച്ചിന്ന് വിളിക്കടാ. ഓ അവൻ്റെ ഒരു ആൻറ്റി എന്നൊക്കെ പറയുമ്പോൾ അവൻ ഓ സോറി ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മുട്ടാൻ നോക്കുമ്പോൾ ആ ചേച്ചി എന്തൊക്കെയോ പറഞ്ഞു അവിടെ നിന്ന് പോകാൻ കേട്ടോ. അപ്പോൾ അത് സെറ്റാവും തോന്നില്ല അവന്. അത് കണ്ട പരീക്ഷ എല്ലാം മറന്ന് ഒരുപാട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ, അവനെ കളിയാക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അത് കഴിഞ്ഞൊരു പെൺകുട്ടി വരുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടിയോട് സുധീഷ് പോയിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ നിങ്ങളുടെ വീട് ഇവിടെ അടുത്താണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുന്നുണ്ട്, അതെ എന്നെ മനസ്സിലായില്ല, ഞാൻ രേഷ്മയാണ്. ഓ രേഷ്മ, ഞാൻ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവളോട് സംസാരിക്കുന്നുണ്ട്. സുധീഷിന് അറിയുന്ന ഒരു കുട്ടിയായിരുന്നു കേട്ടോ അത്. എന്നിട്ട് ഡയറക്റ്റായിട്ട് കാര്യം അവതരിപ്പിക്കുകയാണ് കേട്ടോ. അത് എൻ്റെ അനിയ അരീഷും ഇവിടുത്തെ നീതുവായിട്ട് പ്രണയത്തിൽ. അപ്പോൾ അത് കേട്ടപ്പോൾ ആ കുട്ടി ചോദിക്കുന്നുണ്ട്, ആര്, ചന്ദ്രേട്ടൻ്റെ മകളോ? അതെ അതെ, ചന്ദ്രേട്ടൻ്റെ മകളായിട്ട് ഇവന് ഇഷ്ടത്തിലാണ്. ഇപ്പം അത് വീട്ടിലറിഞ്ഞു, അവളെ വീട്ടിൽ പൂട്ടിട്ടിരിക്കുകയാണ്, ഫോണൊന്നും കൊടുക്കുന്നില്ല. അവനാണെങ്കിൽ അവളെ കാണുകയും വേണം, ഒരു കാര്യം പറയാനുണ്ട്, അപ്പോൾ കുട്ടി ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? ആദ്യം കുട്ടി പഠിച്ചെങ്കിലും പിന്നെ ഓക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, കുട്ടി ഒന്ന് അകത്ത് ചെന്നിട്ട് അവളോടൊന്ന് പറയാമോ, ഒരു ഫ്രണ്ട് പുറത്ത് നിൽക്കുന്നുണ്ട്, ബുക്ക് മേടിക്കാൻ, അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ടൊന്ന് പുറത്തെത്തിക്കാമോ? അങ്ങനെ ആ കുട്ടി ഓക്കെ പറഞ്ഞിട്ട് നീതുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ഇവരാണെങ്കിൽ പുറത്ത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ്. അരീഷിനാണെങ്കിൽ നല്ല പേടിയുണ്ട്. സുധീഷേട്ടൻ്റെ ഈ ഒരു വാക്കിൻ്റെ പുറത്ത് ഇറങ്ങി തിരിക്കുകയും ചെയ്തു. ഇപ്പോൾ ആണെങ്കിൽ പേടിച്ചിട്ട് വയ്യ. എന്തായാലും നോക്കാം, സുധീഷേട്ടൻ്റെ പ്ലാൻ അല്ലേ, പൊട്ടോ ഇല്ലേ നോക്കാം എന്നും പറഞ്ഞ് അവനും അവിടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ രേഷ്മ നേരെ നീതുവിൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ട്. പുറത്താണെങ്കിൽ അവളുടെ അമ്മ നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആൻറ്റി നീതു ഇല്ല ഇവിടെ. അപ്പോൾ നീതുവിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, ഉണ്ട് രേഷ്മ, എന്തു പറ്റി, എന്താ കാര്യം? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഏയ് ഒന്നുമില്ല ആൻറ്റി, അവളുടെ ഒരു ഫ്രണ്ട് ഹരിത പുറത്ത് നിൽക്കുന്നുണ്ട്, അപ്പം എന്തോ ഒരു ആവശ്യത്തിന് വന്നതാണ്, അപ്പോൾ നീതുവിനൊന്ന് വിളിക്കാൻ പറഞ്ഞു, അവർക്ക് ടൈമില്ല അകത്തേക്ക് കയറാനെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അപ്പോൾ തന്നെ അവളുടെ അമ്മ അവളെ വിളിക്കുന്നുണ്ട്. അവർക്ക് വലിയ സംശയം തോന്നിയില്ല കേട്ടോ. അങ്ങനെ നീതു പുറത്തേക്ക് ചെല്ലുന്നുണ്ട്. അതോടുകൂടി എപ്പിസോഡോട് അവസാനിക്കുകയാണ്. ഇനി എന്താവും നമുക്ക് കണ്ടറിയാം. എന്തായാലും ഹരിത എന്നുള്ളൊരു പേര് പറയുമ്പോൾ നീതു ഹരീഷായിട്ട് കണക്ട് ചെയ്യുന്ന നമുക്ക് നോക്കാം. അങ്ങനെ അവൾ പുറത്തിറങ്ങുന്നുണ്ട്, അവർ സംസാരിക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അടുത്ത പ്രമോല്. അപ്പോൾ അടുത്ത വീഡിയോ കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. ഓക്കെ ബൈ, താങ്ക് യു.